ജോബനി ബിരത്നഗർ ബ്രോഡ്ഗേജ് പാതയിലൂടെ ഇനി ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് തീവണ്ടികൾ നേപ്പാളിലേക്ക് എത്തും. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങളിൽ നാഴികക്കല്ല് ആവുകയാണ് കൊൽക്കത്തയിൽ നിന്നുള്ള ആദ്യത്തെ പ്രതിദിന ചരക്ക് തീവണ്ടി. നേപ്പാളിലെ ബിരത്നഗർ കസ്റ്റംസ് യാർഡിൽ ഇത് എത്തിച്ചേർന്നു. 40 വാഗണുകളുണ്ട്. 40 വാഗണുകളിലായി കനോല ധാന്യങ്ങൾ വഹിച്ചുകൊണ്ടുള്ള റെയിൽ കൺസൈൻമെന്റ് ബിരത്നഗറിലെത്തിയതോടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കത്തിൽ പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കൊൽക്കത്ത പോർട്ടിൽ നിന്നും പുറപ്പെട്ട ഈ ട്രെയിൻ ഇന്ത്യൻ അതിർത്തിയിലെ ജോബനി കസ്റ്റംസ് യാർഡ് വഴിയാണ് ബിരത്നഗറിലേക്ക് പ്രവേശിച്ചത്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയൻ റെയിൽവേയുടെയും കൊൽക്കത്തയിലെ നേപ്പാൾ കോൺസുലേറ്റിന്റെ പങ്കാളിത്തത്തോടെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ ചരിത്ര യാത്ര യാഥാർത്ഥ്യമാക്കിയത്. ഇന്ത്യയും നേപ്പാളും തമ്മിൽ നിലവിലുള്ള ട്രാൻസിറ്റ് ഉടമ്പടിയിൽ വരുത്തിയ വളരെ നിർണായകമായ ഭേദഗതികളെ തുടർന്നാണ് ഈ റെയിൽപാത പൂർണ്ണമായും വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. മുൻപ് നേപ്പാളിലെ ബിർഗഞ്ചിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ചരക്ക് തീവണ്ടി ഗതാഗതമാണ് ഇപ്പോൾ പൂർവേഷ്യൻ നഗരമായ ബിരത്നഗറിലേക്കും വിപുലീകരിച്ചിരിക്കുന്നത്. 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്യ കമൽ ദഹൽ പ്രചണ്ഡയും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്ത ജോബനി ബിരത്നഗർ ബ്രോഡ്ഗേജ് പാതയിലൂടെയാണ് പുതിയ ചരക്ക് നീക്കം നടന്നത്. തുടർന്ന് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച പ്രത്യേക ധാരണാപത്രത്തിലൂടെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ ഉൾപ്പെടെ നേരിട്ട് ട്രെയിൻ മാർഗം എത്തിക്കാനുള്ള വഴി തുറന്നിരിക്കുന്നത്. അതിർത്തിയിലെ റീലോഡിംഗും റോഡ് ഗതാഗതത്തിലെ കാലതാമസവും ഒഴിവാക്കാൻ സാധിക്കുന്നതോടെ വ്യവസായങ്ങൾക്കും കച്ചവടക്കാർക്കും ഉൽപാദന വിതരണ ചെലവിൽ 20 മുതൽ 30% വരെ വലിയ ലാഭമുണ്ടാകും എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ കൊൽക്കത്ത, വിശാഖപട്ടണം തുടങ്ങിയ പ്രധാന ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്നും തടസ്സമില്ലാതെ ബിരത്നഗറിലേക്ക് നേരിട്ട് ചരക്കുകൾ എത്തിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ നവീകരിച്ച അതിർത്തി അടിസ്ഥാന സൗകര്യങ്ങളും അയൽ രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ സുതാര്യമാക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് കാർഗോ ട്രാക്കിംഗ് സംവിധാനവും ഈ സർവീസിന് കൂടുതൽ സുരക്ഷ ഏകുന്നുണ്ട്. ദക്ഷിണേഷ്യൻ മേഖലയിലെ വ്യാപാര തന്ത്രങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന സൗഹൃദ നയതന്ത്രത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഈ റെയിൽപാത. നേരിട്ടുള്ള ഈ ചരക്ക് ഗതാഗത സേവനം ഇറക്കുമതി, കയറ്റുമതി മേഖലകൾക്ക് വലിയ ഇൻസ്പിറേഷൻ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേഗത്തിലുള്ളതും സാമ്പത്തികമായ ലാഭമാണ്, പരിസ്ഥിതി സൗഹൃദമാണ്. അത്തരത്തിലുള്ള ഒരു ഗതാഗത മാർഗമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. ചരക്കുകൾ പലയിടത്തായി മാറ്റിക്കയറ്റുന്നത് ഇവിടെ ഒഴിവാക്കുന്നു. വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത ഇനി മെച്ചപ്പെടും. ഇത് അതിർത്തി കടന്നുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും ലോജിസ്റ്റിക്സ് ഓപ്പറേറ്റർമാർക്കും വ്യവസായങ്ങൾക്കും വലിയ ഗുണം ചെയ്യും. ആധുനിക ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ വ്യാപാരം എളുപ്പമാക്കുക എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതാണ് ഈ പദ്ധതി. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് ഈ ചരക്ക് തീവണ്ടി സർവീസ് വഴിയൊരുക്കും. നേപ്പാളിന്റെ പ്രധാന വ്യാപാര പങ്കാളിയായ ഇന്ത്യയിൽ നിന്നുള്ള ഈ നേരിട്ടുള്ള സർവീസ് നേപ്പാളിലെ വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായ സംസ്കൃത വസ്തുക്കൾ വളരെ വേഗത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നു. കൊൽക്കത്ത തുറമുഖത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കിഴക്കൻ ഇന്ത്യയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും ഇത് ഊർജ്ജം പകരും. അന്താരാഷ്ട്ര റെയിൽ കണക്ടിവിറ്റി വിപുലീകരിക്കുന്നതിലും ചരക്ക് ഗതാഗത ലോജിസ്റ്റിക്സ് ശക്തിപ്പെടുത്തുന്നതിലും ഇന്ത്യൻ റെയിൽവേ നൽകുന്ന നിരന്തരമായ ശ്രദ്ധ തന്നെയാണ് ഈ നേട്ടത്തിലൂടെ പ്രതിഫലിക്കുന്നത്. റെയിൽ മാർഗമുള്ള ചരക്ക് ഗതാഗതം വർദ്ധിക്കുന്നത് ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കാനും ചരക്കുകളുടെ വിശ്വാസ്യത മെച്ചപ്പെടുത്താനും ഹരിത ഗതാഗതം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും. അയൽ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാനും ഇത് വഴിയൊരുക്കും. പ്രാദേശിക വ്യാപാരത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും തടസ്സങ്ങളില്ലാത്ത അന്താരാഷ്ട്ര കണക്ടിവിറ്റിക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന സംയോജിതവും കാര്യക്ഷമവും ഭാവിക്ക് അനുയോജ്യവുമായ ചരക്ക് ഗതാഗത ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ സുപ്രധാന നേട്ടമാണ് നേപ്പാളിലേക്കുള്ള ആദ്യത്തെ നേരിട്ടുള്ള വാണിജ്യ കണ്ടെയ്നർ ചരക്ക് തീവണ്ടിയുടെ വിജയകരമായ സർവീസ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.